ഹലോ ഗായ്സ്, എന്തല്ല. അപ്പോൾ നമ്മൾ 2026 ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം മുതൽ ഒന്ന് തീരുമാനിച്ചിട്ടുണ്ട്. നമ്മൾ ഓരോരോ മാസം അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങൾ ജസ്റ്റ് ഒരു ബുക്കിനകത്ത് എഴുതി വെക്കാം. എന്നിട്ട് പിറ്റത്തെ മാസം ആകുമ്പോൾ, അതായത് ഈ മാസം ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് എന്തൊക്കെ അതിൽ നിന്ന് അച്ചീവ് ചെയ്തെന്നുള്ളത് അച്ചീവ്മെൻ്റായിട്ടും എഴുതി വെക്കാം. അങ്ങനെ ഒരു പ്ലാനിങ്ങിലാണ് ഞാൻ. അപ്പോൾ ഞാനിങ്ങനെ ഡയറി ഒന്നുമില്ല, ജസ്റ്റ് ചെറിയൊരു ഇങ്ങനത്തെ ഒരു ബുക്ക് എടുത്തു. ഇങ്ങനത്തെ ബുക്ക് തന്നെ വേണമെന്നില്ല, ചെറിയ ബുക്കായാലും നിങ്ങളിഷ്ടം പോലെ. 2026 എന്നൊക്കെ ഹെഡിങ് ഒക്കെ എഴുതി ജാനുവരിയിൽ നമ്മുടെ പ്ലാനിങ്ങിനെ കുറിച്ചാണ് ഫസ്റ്റ് എഴുതാൻ പോകുന്നത്. പ്ലാനിങ് എന്ന് പറയുമ്പം പ്രത്യേകിച്ച് ഈ ജനുവരിയിൽ നമുക്ക് എന്തൊക്കെ ചെയ്യണം. അപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെന്നെങ്കിൽ, ഇൻസ്റ്റാഗ്രാമിൽ എനിക്കിപ്പം 6K ഫോളോവേഴ്സ് ഉണ്ട്. അപ്പം ഒരു ജനുവരി കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്ക് ഒരു 7K എങ്കിലും ആവണം. അങ്ങനത്തെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ എഴുതി വെക്കുന്നു. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സെക്കൻഡ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ നിജാസിൻ വ്ളോഗ്സിൻ്റെ പേര് ഞാൻ ആ അക്കൗണ്ടും കൂടെ കൊളാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനത്തുള്ള വീഡിയോസ്, അതായത് നമ്മുടെ ജേർണലിങ്ങും അതുപോലെ തന്നെ ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ഞാൻ അതിലും കൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം അതിലാണ് കൂടുതൽ വീഡിയോസ് അങ്ങനത്തൊക്കെ വരാൻ. അപ്പം നിങ്ങൾ അതും കൂടെ ഒന്ന് ഫോളോ ചെയ്ത് വെക്കാം. പിന്നെ ഞാൻ ഈ ഒരു പ്ലാനിങ്ങിൽ, അതായത് ഈ മാസം ഞാൻ അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങൾ എഴുതി വെച്ചതിൽ അതിലൊരു 500 ഫോളോവേഴ്സെങ്കിലും ഈ മാസം ആവണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ അത് കഴിയുള്ളൂ. പിന്നെ അതിനായിട്ട് ഞാൻ ഹാർഡ് വർക്കും ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനത്തെ കുറേ പേഴ്സണലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം നമ്മൾ ഒരു നോട്ടായിട്ട് എഴുതി വെക്കുന്നുണ്ട്. പിന്നെ ഇപ്പോഴത്തെ പേജിൽ നമ്മൾ അച്ചീവ്മെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് എഴുതുന്നുണ്ട്. അതായത് ഈ മാസത്തിൽ എന്തൊക്കെ അച്ചീവ്മെൻറ്റ്സാണ് നമുക്ക് ഉണ്ടായത് അത് ഓരോന്നായിട്ട് നമുക്ക് എഴുതി വെക്കാം. ഫസ്റ്റായിട്ട് ഞാൻ എനിക്ക് സെൽഫായിട്ട് കുറച്ച് ക്രാഫ്റ്റിൻ്റെ ഐറ്റംസ് ഗിഫ്റ്റ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ കൊല്ലം തീരുമ്പോഴത്തേക്കും നമ്മൾ എന്തൊക്കെ ചെയ്തെന്നുള്ളൊരു മൈൻഡിൽ നമുക്ക് ഒരാൾ ചോദിക്കുമ്പോൾ എല്ലാം ഒരുപോലെ അങ്ങനത്തെ ഒരു രീതിയിലാണ് നമ്മൾ വിടാൻ. അപ്പം ഈ ഒരു ബുക്സൊക്കെ നമ്മൾ എഴുതി വെക്കുമ്പോൾ നമുക്ക് ആ മൈൻഡിലുണ്ടാവും, നമ്മൾ ഈ മാസം ഇന്നതൊക്കെ ചെയ്തു, ഇനി നമുക്ക് എന്തൊക്കെയോ ചെയ്യാൻ പറ്റും, നല്ല നല്ല കാര്യങ്ങൾ ഇഷ്ടംപോലെ ചെയ്യാൻ പറ്റും എന്നൊക്കെ ഒരു കോൺഫിഡൻസ് നമുക്ക് വരും. അതുമാത്രമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഞാൻ ജേർണലിങ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ മേക്ക് ഓവർ ആയിട്ട് വരാം കേട്ടോ. 2026 ഫ്രണ്ട് പേജ് മേക്ക് ഓവർ ആയിട്ട് വരാം. ബൈ.